ഹലോ, ഗുഡ് മോർണിംഗ്. വേറെ ഒന്നുമില്ല, ഈ സമയം രാത്രി 12 മണി കഴിഞ്ഞ് ഗുഡ് മോർണിംഗ് ആണല്ലോ. വേറെ ഒന്നുമില്ല, ലിഞ്ചയിൽ വെളിച്ചം കുറവണമെങ്കിൽ ഇപ്പുറത്തോണ്ട് വെളിച്ചുണ്ട്. വേറെ ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാനാണ്. നാളെ നമ്മുടെ ആഷ്ലി ഇങ്ങനെ ഗർഭിണിയാകുമ്പോൾ നമുക്ക് ഓരോ ചടങ്ങുകളില്ലേ. അപ്പോൾ 7-ാം മാസത്തിലെ അവളുടെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പലഹാരം കൊടുന്നതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ നാളെ കൂട്ടി പറഞ്ഞേക്കുന്നതിന് എൻ്റെ വീട്ടുകാരും ജോസാൻ്റെ വീട്ടുകാരും വരുന്നുണ്ട്. പിന്നെ അവളുടെ വീട്ടുകാർ അമ്മയപ്പനും വരും അവളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതേ മണി 12 കേട്ടോ. ഞാൻ 2 ദിവസം ലീവായിരുന്നു. വെള്ളിച്ചിനി വീട് ക്ലീൻ ചെയ്തു, കർട്ടനൊക്കെ സെറ്റ് ചെയ്തു. ആഷ്ലി എൻ്റെ ഒപ്പം നന്നായിട്ട് എന്നെ സഹായിച്ചു. അവളുള്ള കാരണം എനിക്ക് മുഖഭാഗം പണി കഴിഞ്ഞു. എൻ്റെ സന്തോഷമായി. എനിക്കാണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ആരോഗ്യമില്ലാത്ത പോലെ തോന്നുന്നു. ഒരു ഭയം വരികയപ്പോൾ വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു. അതില്ലാതിരിക്കണം, സ്ട്രെങ്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒന്നുമില്ല. ഞാൻ നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ ചായക്ക് എല്ലാവരെയും വിളിച്ചാറാണ്. എല്ലാവരും 2 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചായയും വെള്ളപ്പം കോഴിക്കറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ ജോസേട്ടൻ വെറുതെ എത്തിച്ചു തന്നു. പിന്നെ ജോസേട്ടൻ സവാളയൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ സവാള ആഷ്ലിയായിരുന്നു. ലിജോ സവാള തൊണ്ട് പൊളിച്ച് തന്നു. പിന്നെ ചിക്കനൊക്കെ ഞാൻ കഴുകി, ലിജോനെ ഞാനും കൂടി ചിക്കൻ കഴുകി സെറ്റാക്കി. എനിക്ക് വേണ്ട കൂട്ടൊക്കെ സെറ്റാക്കിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വെച്ചൊരു ചിക്കൻ കറി നമ്മുടെ വീട്ടിൽ വെച്ച് ഇത്തിരി നേരത്തെ പണി വന്നു. അതുകൊണ്ടാണ് ഞാൻ കിടക്കാൻ ലേറ്റായത്. അപ്പോൾ നമ്മുടെ ലിഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ അവളോട് പോയി വീഡിയോ പിടിക്കുന്ന ആശയോട് പോയി കിടക്കാൻ പറഞ്ഞു. 2 ദിവസമായി ആ കുട്ടി എൻ്റെ ഒപ്പം നിന്ന് വീഡിയോ വൃത്തിയാക്കലൊക്കെ നിന്നിട്ട് ഞാൻ പറഞ്ഞു പോയി കിടക്കിനി കാലുമ്പോൾ നീര് വരണ്ട. അപ്പോൾ അവളൊരു 11 മണി 11:15 പോയി കിടന്നു. അപ്പോൾ ഞാൻ വെച്ച് കോഴിക്കറി കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു കൊടുക്കുകയോ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഞാൻ എടുക്കുള്ളൂ. കണ്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടുകളൊക്കെ ഇഷ്ടമായോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിട്ടോ. ഇതേ അടുപ്പിച്ച് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞോ. വേണ്ട, ഇതാണ് ഞാൻ ഉണ്ടാക്കിയിറങ്ങണ ചിക്കൻ കറി ഇട്ട്. ആ പണി കുറച്ചെടുത്തു. 2 ദിവസമായിട്ടുള്ള എൻ്റെ വർക്കാണ്. ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാളെ ഉച്ച തിരിഞ്ഞ് ആക്ച്വലി പോകാം. സമയമുണ്ടെങ്കിൽ ഞാൻ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു മാത്രം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ലിഞ്ചിൻ്റെ ഭാഗം കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ലിഞ്ചു വേണ്ടേ? അപ്പോൾ ലിഞ്ചു മുടിയൊന്നും കെട്ടിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കിടക്കാൻ പോട്ടെ. ഞാൻ നിങ്ങൾക്ക് ചൂട്ടോടെ എൻ്റെ കറി കാണിച്ചു തന്നത്. നിങ്ങളൊക്കെ വന്നോ, ഞാൻ ചൂട്ടോടെ എൻ്റെ ചിക്കൻ കറി തരും. അങ്ങനെ ഞാൻ ആകെ 70 ആൾക്കുള്ളൊരു ഇതൊന്നും വെള്ള ബിസ്റ്റ് കറി ആയാൽ അത് മതിയാവും എന്നുള്ളൊരു ഇത്. വേറെ ഒന്നുമില്ല കേട്ടോ. വെള്ളപ്പം ഇറച്ചി കറി മാത്രം, വേറെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇത് തന്നെ വയ്ക്കുമ്പോഴേ എനിക്ക് വയ്യണ്ട. ഈ ഏജ് തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഏജിലുണ്ടെന്ന് മനസ്സിൽ തോന്നണ കാരണമാണോ എന്തോ ആരോഗ്യത്തിന്. കാല് എനിക്ക് വേദന വന്നപ്പോൾ അധികം ബുദ്ധിമുട്ടായി. 2 ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ കാല് ഭയങ്കര വേദന. അപ്പോൾ ശരി, അപ്പം എല്ലാവർക്കും സുഖനിദ്ര, എല്ലാവരും സുഖമായിട്ട് ഉറങ്ങാൻ, സുഖമായിട്ട് ഉണരേട്ടാ. സംഗതി മണി 12. ഓക്കെ, ബൈ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി നമ്മുടെ ആഷ്ലി പോവാനുള്ള സെറ്റപ്പിലൂടെ നമ്മുടെ ബിന്ദുമായി ഇവിടെ ഒരു ബായ് പറയോ. ഓക്കെ, പിന്നെ നമ്മുടെ മമ്മി വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്. അങ്കിളിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാർന്നോർമാർ ഇവിടെ സംസാരത്തിലാണ്. ഇവിടെ കുഞ്ചി കളിയന്മാർ വന്നിട്ട് ഞങ്ങളുടെ പ്രിൻസ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ഹായ് പറയേ. ഞങ്ങളുടെ ചക്ക അങ്ങനെ സൗമ്യ വന്നിട്ടുണ്ട്. പെങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആകെ ഒരു പെങ്ങളുള്ളൂന്ന്. അന്നാശം ഞാൻ അവിടെ വീടിയിട്ടുണ്ടായിരുന്നു. ഹായ് പറയേ കടികള്. നിങ്ങൾ ഒരു ടാറ്റ പറയേ. ടാറ്റ പറയ. നാളെ വൈകിട്ട് വയ്യാതെ പറയണേ. അപ്പം നമ്മുടെ സൗമ്യ അവളുടെ മക്കളാണിത്. 4 മക്കളുണ്ട്. ഒരു കുട്ടി അവിടെ അപ്പൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ, ചെറിയ ചെറിയ പരിപാടികൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് പിടിച്ചിട്ട് ഞാൻ ആഷ്ലി ഇറങ്ങുന്നത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളുടെ വല്യമ്മച്ചി നിൽക്കുന്നുണ്ട്. ഒരു ടാറ്റ പറഞ്ഞോ വല്യമ്മച്ചിയെ. ഒരു ടാറ്റ പറഞ്ഞു. പറയേ കൈകൊണ്ട് ടാറ്റ പറയേ. ആ നാണായിട്ട് ഞങ്ങളുടെ വലിയ ഈ നാണായിട്ട് വരിക ചേട്ടൻ്റെ ഭാര്യന് കേട്ടോ. ഞങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യന്. അപ്പം അങ്ങനെ കേട്ടോ. നീ ഷാനയില് ധന്യ എല്ലാവരും ഹായ് ഒന്നും പറഞ്ഞോ. പ്രിൻസിന് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്നില്ലേ. ഇതാണ് പെങ്ങളുടെ മൂത്ത മോള് കേട്ടോ. അങ്ങനെ ജോസേട്ടൻ വിളമ്പുണ്ടവർക്ക്. അങ്ങനെ ഓക്കെ. ഹലോ, ഞാൻ കാലത്ത് ജോലിക്ക് പോകാൻ നിൽക്കണം കേട്ടോ.
വേറൊന്നുമല്ല, ഞാനൊരു കാര്യം പറയാവുന്നതാണ്. ഇന്നലെ ഞാൻ ആഷ്ലി പോണതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, തിരക്കായി. എല്ലാവരും നേരെ വൈകി ഇറങ്ങാനായിട്ട് പറഞ്ഞു. പിന്നെ വേഗം അവിടെ പറഞ്ഞേക്കാണ് തിരക്കിലായി എല്ലാവരും. അപ്പം എനിക്ക് അവളുടെ അടുത്ത് നിന്നപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അവളുടെ അമ്മായിയും അവളുടെ അമ്മേരെ ആങ്ങളി അമ്മായി പിന്നെ അവളുടെ അമ്മയും അപ്പനും കൂടി വന്നിട്ട് നമ്മളെ കൊണ്ടുപോയത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ചടങ്ങൊക്കെ അവർ നടത്തണ കേട്ടു. ഞാനത് എൻ്റെ ഫോൺ എവിടെയായിരുന്നു, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതായത് അമ്മ പെട്ടി, പെങ്ങളാണ് പെട്ടി, അവൾക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് പെങ്ങളാണ് കൊടുക്കാത്തത്. അങ്ങനെ ഒരു ചീര കിട്ടും. അപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ ഫോൺ കിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു സന്തോഷമായിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റി. അവളങ്ങനെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഉണ്ണിയായിട്ട് അവളെന്നെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയുടെ കൂടെ വരിക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ഒക്കെ ഉണ്ടാവുക. എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. കുറേ ആൾക്കാരൊക്കെ പെടാത്തവരുണ്ട്. ഞാൻ എല്ലാവരും പിടിക്കുമ്പോൾ ചിലപ്പോൾ കുറേ ഇഷ്ടമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ബാക്ക് ഇട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എല്ലാവരും ഞാൻ പതുക്കെ സാവധാനം കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ബൈ. ഓക്കെ, ജോലിക്ക് പോട്ടെ കേട്ടോ.